ഹലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള അതിലെ ഇക്വലൻസ് റിലേഷൻ എന്താണെന്നുള്ളതും ഇക്വലൻസ് ക്ലാസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ റിലേഷൻ എന്താണെന്നുള്ളതും ഇക്വലൻസ് റിലേഷൻ എന്താണെന്നുള്ളതും പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നോക്കാൻ, അതായത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ പറയുക, ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദ റിലേഷൻ ഇസ് ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ റിലേഷൻ ഇസ് ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് കേസസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ റിലേഷൻ തന്നിരിക്കുന്നത്? റിലേഷൻ തന്നിരിക്കുന്നത് R is equal to set of all xy such that 3x minus y equal to 0. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, R is a subset of A cross A. ഓക്കെ, ഇവിടെ R is in the set A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ A തന്നിട്ടുണ്ടല്ലോ, A എന്ന് തന്നിരിക്കുന്നത് 1 2 3 etc. up to 14. അതില് R എന്ന് പറയുന്ന റിലേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്? റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ഒരു എക്സും വൈയും ഈ പറയുന്ന റിലേഷനിൽ ആറിലുണ്ട്, ഈ പറയുന്ന സെറ്റ് ആറിലുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു എക്സും വൈയും എവിടെ ഉണ്ടാവണമെങ്കിൽ? ആറിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും? 3x മൈനസ് y എന്ന് പറയുന്നത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? അതല്ല ഈ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ്, അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള എക്സ് കോമ വൈകളെ ഞാൻ കാണണം അല്ലെ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ എക്സും വൈയും ആണ് വേണ്ടത് എന്നുള്ളത് ഞാൻ കാണണം. ഏതൊക്കെ എക്സും വൈയും ഈ ആറിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ എക്സും വൈയും എവിടുന്നാണ് പറഞ്ഞത്? R is a subset of A cross A. അതായത് ആറിലുള്ള എലിമെന്റ്സ് എവിടെയുള്ള എലിമെന്റ്സ് ആണ്? A cross A ലുള്ള എലിമെന്റ്സ് ആണ്. A cross A എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എലിമെന്റ്സ് വരും? 1 1 1 2 1 3 1 14 2 1 2 2 2 3 2 14 അങ്ങനെ up to 214 3 1 3 2 3 3 3 4 etc. up to 314 അങ്ങനെ 14 എന്ന് പറയുന്ന എലിമെന്റ് വരെ വരും. അപ്പൊ അത് നമ്മൾ എപ്പോഴും എഴുതി നോക്കണമെന്നില്ല. A cross A എന്ന് പറയുന്നത് എപ്പോഴും എഴുതി നോക്കാൻ പോസിബിൾ ആണ്. കാരണം ഇത്രയും 14 എണ്ണം വരുമ്പോൾ പറയുമ്പോൾ എത്രയും 14 into 14 സ്ക്വയർ വരും അല്ലെ. അപ്പൊ അത് മുഴുവൻ എഴുതി നോക്കാൻ പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സമയം പോകും. അപ്പൊ അത് എപ്പോഴും എഴുതി നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇതിലുള്ള എലിമെന്റ്സിന്റെ സബ്സെറ്റ് ആയിരിക്കും, അതായത് ഇതിലുള്ള എലിമെന്റ്സിന്റെ കുറച്ച് എലിമെന്റ്സിന്റെ കളക്ഷൻ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ആറിലുണ്ടാവും. ആ ആറിലുള്ള എക്സ് കോമ വൈകൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനത്തെ എക്സ് വൈ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ശരി, 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അപ്പൊ 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ഈ പറയുന്ന വൈനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ഓൺ ബോത്ത് സൈഡ്സ് ഞാൻ ആഡ് ചെയ്തല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അതിനെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പറയാം. ഈക്വൽ ടു വൈ ആവും, 3x is equal to y ആവുമല്ലോ, ആവും അല്ലെ. അപ്പൊ ഞാൻ x is equal to ഏതാ ഫസ്റ്റ് എലമെന്റ് എടുക്കാൻ പറ്റുക? എക്സിന് എനിക്ക് എന്താ ഫസ്റ്റ് എലമെന്റ് എടുക്കാൻ പറ്റുക? എക്സിന് എനിക്ക് എന്താ എടുക്കാൻ പറ്റുക ഫസ്റ്റ് എലമെന്റ് ആയിട്ട്? 0 എടുക്കാൻ പറ്റുമോ? 0 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? x, y belongs to R എന്ന് പറഞ്ഞാൽ ഈ x, y belongs to A cross A അല്ലേ. സിൻസ് എന്താണ്? R is a subset of A cross A. R is a subset of A cross A ആയതുകൊണ്ട് ഒരു x, y R ഉണ്ടെന്നുണ്ടെങ്കിൽ ആ x, y എവിടെയുള്ളതാ? A cross A ഉള്ളതാണ്. തിരിച്ചു പറയാൻ പറ്റില്ല. x, y R ഉള്ളതാണെന്നുണ്ടെങ്കിൽ x, y എന്തായാലും A cross A ഉള്ളതാണ്, കാരണം R is a subset of A cross A. x, y A cross A ഉള്ളതാണെന്ന് പറഞ്ഞാൽ x A ലും y A ലും ഉള്ളതിൽ എടുക്കുക. അപ്പൊ x ന് 0 എടുക്കാൻ പറ്റുമോ? സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. സോ x ന് എന്തേ പറ്റുള്ളൂ? x ന് ഫസ്റ്റ് എലമെന്റ് എന്തായിട്ടേ പറ്റുള്ളൂ?
എക്സിന് എന്ത് പറ്റുള്ളൂ? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന കേസ് എടുക്കാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു 1 ആയാൽ y എന്താവും? ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 then y is equal to 3 into 1 3 അല്ലേ? ശരി, അപ്പൊ എനിക്ക് 1,3 എന്ന് പറയുന്ന പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയോ. x 1 ഉം y 3 ഉം 3 into 1 3 മൈനസ് 3 0 ആണ്. ശരി, പോസിബിൾ ആണ്. കാരണം ഈ ഇത് സാറ്റിസ്ഫൈ ചെയ്യാവുന്നതാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യാവുന്നതാണ്, അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ 1,3 എവിടെ ഉണ്ട്? ദിസ് ബിലോങ്സ് ടു R. കത്തിയോ? ശരി, ഇനി if x is equal to 2 then y is equal to എത്രയാ? 3 into 2 6. അപ്പോൾ 2,6 എവിടെ ഉണ്ട്? belongs to R. 3 into 2 6. 6 minus 6 0. Okay, 2,6 belongs to R. If x is equal to 3 then y is equal to 3 ആയാൽ x is equal to 3 ആയാൽ 3 into 3 9. y is equal to 9 വന്നല്ലോ. സോ 3,9 എവിടെ ഉണ്ട്? R ഉണ്ട് അല്ലേ? If x is equal to 4 then y is equal to 4 into 3 12. അപ്പോൾ 4,12 ഉം എവിടെ ഉണ്ട്? R ഉണ്ട് അല്ലേ? അടുത്തത് if x is equal to 5 y is equal to then y is equal to എത്ര വരും? y is equal to എത്ര വരും? 3 into 4 3 into 5 15. y is equal to 15. so 5,15 എവിടെ ഇല്ല? R ഇല്ല. ഇങ്ങനെ എഴുതി പോകണം. അപ്പോൾ ഇവിടെ R ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. 5,15 എന്ന് പറയുന്നത് ഈ പറയുന്ന സെറ്റിൽ ഇല്ല. കാരണം എന്താ? ഈ പറയുന്ന y equal to 15 എന്ന് പറയുന്ന കേസ് പോസിബിൾ ആണോ? y എവിടെ വരെ ഉള്ളൂ? 14 വരെ ഉള്ളൂ. y എവിടുന്ന് എടുക്കണത്? x, y belongs to R implies x, y belongs to A cross A. y എന്നല്ല എടുക്കണത്. y എന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏനുള്ള എലമെന്റ്സ് ആവണ്ടേ y എന്ന് പറയുന്നത്. അപ്പൊ yക്ക് എനിക്ക് 15 പറ്റോ? എനിക്ക് 14 വരെ ഉള്ളൂ. അപ്പൊ y എനിക്ക് 15 പറ്റോ? സോ ദിസ് ഡസ് നോട്ട് ബിലോങ്സ് ടു R. ഇനി അങ്ങോട്ടുള്ളത് ഏത് എടുത്താലും പറ്റോ? 6 എടുത്താൽ എന്താ വരിക? 6 3s are 18. ഉണ്ടാവോ? R ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവുക? അപ്പൊ എന്റെ എലമെന്റ്സ് ഏതൊക്കെയാ? R ലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1,3 2,6 3,9 4,12 അല്ലേ? ഈ 4 എലമെന്റ്സ് ആണ് എന്തിലുണ്ടാവുക? R ഉണ്ടാവുക. ഈ 4 എലമെന്റ്സ് ആണ് R ഉണ്ടാവുക. ഇതല്ലാണ്ട് വേറെ എലമെന്റ്സ് ഉണ്ടാവും? ഉണ്ടാവില്ല. അപ്പൊ R എനിക്ക് കിട്ടി. ശരി, R എനിക്ക് കിട്ടി. 6 എലമെന്റ്സ് എനിക്ക് കിട്ടി. ഇനിയാണ് നമ്മുടെ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് പിന്നെ R കിട്ടിയിരിക്കുന്നത് അല്ലെ? R എന്താ കിട്ടിയിരിക്കുന്നത്? 1 3 2 6 3 9 4 12. ഈ 4 ഓർഡേർഡ് പെയർസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് കേസ് റിഫ്ലെക്സീവിന്റെ കേസ്. റിഫ്ലെക്സീവിന്റെ കേസ് എങ്ങനെയാ പറയുന്നത്? For every a belongs to A, for every a belongs to A, a, a എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? R ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞൂടെ? For every a belongs to A, for every element belongs to A. ഇതിന്റെ ക്ലീൻ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇത് തറവല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ട് കംപ്ലീറ്റ് തറവാക്കുക, എന്നിട്ട് വന്ന് പ്രോബ്ലം ചെയ്യാം. For every a belongs to A, ഏതൊരു നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് a, a എന്ന് പറയുന്ന ഓർഡർ പെയർ അവിടെ ഉണ്ടാവണം, R ഉണ്ടാവണം. അപ്പൊ 1 ഉണ്ട് ഇവിടെ 1,1 ഉണ്ടാവണം, 2,2 ഉണ്ടാവണം, 3,3 ഉണ്ടാവണം, അങ്ങനെ പോയി 14,14 വരെ ഉണ്ടാവണം. അതുണ്ട്. അതിൽ ഒരൊറ്റ ഒന്നും പോലും ഇല്ല. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇല്ലാന്ന് കാണിച്ചാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാന്ന് കാണിച്ചാൽ മതി. See, 1,1 does not belongs to R. 1 belongs to A, but 1,1
does not belongs to R. Therefore not reflexive. Suppose ഇതിൽ 1, 1 ഉണ്ട് വിചാരിക്കാം. വേറെ എക്സാമ്പിൾ ഉണ്ടല്ലോ, 2 എടുക്കാം. 2, 2 കൂടുതലുണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവണം? 1, 1, 2, 2, 3, 3, 4, 4, 5, 5 അങ്ങനെ പോയി 14, 14 വരെ R ഉണ്ടെങ്കിൽ you can say that this is reflexive. Right now in this question this is not reflexive. Okay, ഇനി അടുത്തത് സിമെട്രിക് ആണോ എന്ന് കേസ്. സിമെട്രിക് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. സിമെട്രിക് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു a, b ഉണ്ടെങ്കിൽ എവിടെ R ഉണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ടത് b, a എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? R ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. If a, b belongs to R, then b, a belongs to R. അതായത് 1, 3 എന്ന് പറയുന്ന R ലുള്ള ഒരു എലമെന്റ് ആണല്ലോ. ശരി, 1, 3 R ലുള്ള ഒരു എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചിട്ടത് ഏതാ? 3, 1 എന്ത് എവിടെ ഉണ്ടാവണം? R ഉണ്ടാവണം. 3, 1 എന്ന് പറയുന്ന എലമെന്റിനുണ്ടോ? R ഉണ്ടോ? ഇല്ല. സോ 3, 1 does not belongs to R. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1, 3 belongs to R, but 3, 1 does not belongs to R. Therefore എന്താണ്? R is not symmetric. Symmetric അല്ല, അത് പറയാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇതെടുക്കാം, 2, 6 എടുക്കാൻ വേണമെങ്കിൽ 2, 6 എടുത്താൽ 6, 2 ഇല്ല എന്ന് പറയാം. 3, 9 എടുത്താൽ 9, 3 ഇല്ല എന്ന് പറയാം. 4, 2 എടുത്താൽ 12, 4 ഇല്ല എന്ന് പറയാം. ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെടുത്താലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഒരെണ്ണം തെറ്റിയാൽ മതി, കുഴപ്പമില്ല. അപ്പോ സിമെട്രിക്കിന്റെ കേസ് പറഞ്ഞോളെ. ഇനി ട്രാൻസിറ്റിവിറ്റിന്റെ കേസ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ? ഇഫ് a, b belongs to R and b, c belongs to R, then a, c എവിടെ ഉണ്ടാവണം? R ൽ ഉണ്ടാവണം. അപ്പൊ a, b യും b, c ഉണ്ടെങ്കിൽ a, c എവിടെ ഉണ്ടാവണം? R ൽ ഉണ്ടാവണം. ഇതിന്റെ സെക്കൻഡ് എലമെന്റ് ഇതിന്റെ ഫസ്റ്റ് എലമെന്റ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ തറവായിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയില് നോക്കാം, നോക്കിയിട്ട് തറവാക്കിയിട്ട് വരാം. അപ്പൊ a, b, b, c ഉണ്ടെങ്കിൽ a, c എവിടെ ഉണ്ടാവണം? R ൽ ഉണ്ടാവണം. ഞാൻ R ലുള്ള രണ്ട് എലമെന്റ്സ് അങ്ങനത്തെ എടുക്കാൻ നോക്കാം. 1, 3 belongs to R. R ഉണ്ടല്ലോ, 3 ആണ് ഇവിടെ. ശരി, 3 എടുക്കാം നമുക്ക് ഇവിടെ. 3, 9 belongs to R. 1, 3 ഉണ്ട്, 3, 9 ഉണ്ട്. പക്ഷെ എന്താണ്? 1, 9 എവിടെ ഉണ്ട്? R ൽ ഉണ്ടോ? 1, 9 ഉണ്ടോ? 3, 9 ആണത്. 1, 9 ഉണ്ടോ? ഇല്ല. So 1, 9 does not belongs to R. Therefore not transitive. അപ്പൊ ഈ മൂന്ന് കേസുകളും നമ്മൾ ചെക്ക് ചെയ്തു. അതില് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഈ മൂന്ന് കേസുകൾ എന്താണ്? തെറ്റിയിട്ടുണ്ട്. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഓക്കെ, ഒന്നും കൂടി റിവൈൻഡ് അടിച്ചിട്ട് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ റിവൈൻഡ് അടിച്ച് നോക്കുക. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, എക്സ്പ്ലനേഷൻ ആണ്. ഈ പറയുന്ന കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മുമ്പത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇക്വലൻസ് റിലേഷൻ ആൻഡ് ഇക്വലൻസ് ക്ലാസ് പറഞ്ഞിട്ടുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കേസ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലംസിന്റെ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം മനസ്സിലായി നോക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പൊ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വേറെ അതേപോലെ നേരത്തെ ചെയ്ത പോലത്തെ ടൈപ്പ് അല്ല, വേറൊരു ടൈപ്പാണ്. റിലേഷൻ R in the set Z of all integers defined as R is equal to set of all xy such that x minus y is an integer. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ മാറിയിട്ടില്ല. ക്വസ്റ്റ്യൻ റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക് ആണെന്നുള്ള കേസ് തന്നെയാണ്, അത് കാണിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ നേരത്തെ അവിടുത്തെ എക്ക് പകരം പെടുന്ന സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ആണ്. അവർ ഇൻഫിനിറ്റ് സെറ്റ് ആണ് അല്ലെ, ഇൻഫിനിറ്റ് ആയിട്ടുള്ളതാണ്.
അപ്പൊ അവിടെ എ ക്രോസ് എ നേരത്തെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു 1,1 2,1,2 1,3 1,4 അപ് ടു 1,14 വരെ. അങ്ങനെ എല്ലാതും എടുത്തു കഴിഞ്ഞ് 14,14 വരെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാലും എ ക്രോസ് എ എന്തായിരുന്നു? ഫൈനൈറ്റ് ആയിരുന്നു അല്ലെ? എ ക്രോസ് എ എന്തായിരുന്നു? ഫൈനൈറ്റ് ആയിരുന്നു. ഇവിടെ സെഡ് ക്രോസ് സെഡ് ആണ് വരുന്നത്. സെഡ് ക്രോസ് സെഡ് അത് ഫൈനൈറ്റ് ആണോ? സെഡ് തന്നെ ഫൈനൈറ്റ് അല്ല. അപ്പൊ ഈ സെഡ് ക്രോസ് സെഡിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഫൈനൈറ്റ് ആവില്ല. ഇനി ഈ സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Set for xy such that x minus y is an integer എന്നുള്ള കേസാണ് അവിടെ പറയുന്നത്. x minus y is an integer. x ഉം y ഓടുന്ന x, y belongs to z cross z അല്ലേ? x, y belongs to r എന്ന് പറഞ്ഞാൽ x, y belongs to z cross z. അതായത് x എവിടെ നിന്നുള്ളതാണ്? ഒരു ഇന്റീജർ ആണ്. y എന്താണ്? ഒരു ഇന്റീജർ ആണ്. y എവിടെയാണ്? x ഉം ഇന്റീജർ ആണ്, y ഉം ഇന്റീജർ ആണ്. ആ കേസൊക്കെ ഓക്കെ ആണോ? ശരി. ഇനി ഇവിടെ റിലേഷൻ x ഉം ഇന്റീജർ ആണ്, y ഉം ഇന്റീജർ ആണ് പറയുന്നത്. റിലേഷൻ എന്താ പറയുന്നത്? x മൈനസ് y ഒരു ഇന്റീജർ ആണെന്ന് പറയുന്നത്. അത് കേസാണ് നോക്കുന്നത്. ഫസ്റ്റ് കേസ് റിഫ്ലെക്സിവിറ്റിയുടെ കേസ്. റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. റിഫ്ലെക്സീവ് എന്നുള്ള കേസ് നോക്കാം. റിഫ്ലെക്സീവിന്റെ കേസ് നോക്കാം. ഒരു എ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എ ബിലോങ്സ് ടു, നമ്മുടെ കേസ് എന്താണ്? സെഡ് ആണ്. എ ബിലോങ്സ് ടു സെഡ് ആണ്. എ കോമ എ എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം ആണല്ലോ. ഏതൊരു ഇന്റീജർ എടുത്തു. അപ്പൊ ഞാൻ ഇവിടെ എന്താ? എ എന്താ? ഒരു ഇന്റീജർ ആണ്. എ കോമ എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എ കോമ ഏതൊരു ഇന്റീജർ എടുത്താലും എ കോമ എ എന്ന് പറയുന്ന എലിമെന്റ് ആറിൽ ഉണ്ടാവണം. അതായത് എ കോമ എ എന്ന് പറയുന്ന എലിമെന്റ് ആറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? എ കോമ എ എന്ന് പറയുന്ന എലിമെന്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നാണ് അർത്ഥം. എ കോമ എ എന്ന് പറയുന്ന എലിമെന്റ് ആറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നാണ് അർത്ഥം. ഒരു എക്സ് കോമ വൈ ഈ പറയുന്ന ആറിൽ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഇന്റീജർ ആണെന്നാണ് ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പൊ എ കോമ എ ആറിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് എ, ഇവിടെ എക്സ് കോമ വൈ വന്നപ്പോൾ എക്സ് മൈനസ് വൈ വന്നു. സപ്പോസ് ഇവിടെ ഒരു എ കോമ ബി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ ആവുമായിരുന്നു? എ മൈനസ് ബി ഇസ് ആൻ ഇന്റീജർ എന്നുള്ള കേസ് അല്ലേ വരിക അല്ലെ? അപ്പൊ ഇവിടെ എന്താ? എ കോമ എ എന്നുള്ള കേസാണ്. എ കോമ എ എന്നുള്ള കേസ് ആകുമ്പോൾ ഇവിടെ എന്താ വരിക? എ മൈനസ് എ ഇസ് ആൻ ഇന്റീജർ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. എ മൈനസ് എ ഇസ് ആൻ ഇന്റീജർ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. എ മൈനസ് എ എന്താ? 0 അല്ലേ? 0 ഈസ് ആൻ ഇന്റീജർ. പറയുന്നതിന് തെറ്റുണ്ടോ? 0 ഒരു ഇന്റീജർ അല്ലേ? 0 ഇന്റീജർ ആണ്. അപ്പൊ അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ് അല്ലെ? സോ 0 ഈസ് ആൻ ഇന്റീജർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എന്തുണ്ട്? എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു സെഡ്. പറഞ്ഞോളെ. അപ്പൊ നേരത്തെ പോലെ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ആർ എന്ന് പറയുന്ന ഒരു സെറ്റ് എനിക്കില്ല. ഇവിടെ ഞാൻ എന്താ ജനറൽ ആയിട്ട് എനിക്ക് എന്താ പറയാ ഒരു ടേംസ്, അതായത് ഓരോ ടേംസ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ജനറൽ കേസസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ വേരിയബിൾസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നേരത്തെ കേസിൽ എനിക്ക് നമ്പേഴ്സ് കൃത്യമായിട്ടുണ്ടായിരുന്നു. ആറിന്റെ കേസിൽ 1 3 അങ്ങനത്തെ കേസസ് ഉണ്ടായിരുന്നു. 2 6 എന്ന് പറയുന്ന കേസസ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആർ എന്ന് പറയുന്നത് ഒരു റോസ്റ്റർ ഫോമിൽ ഒരു സെറ്റ് ഇല്ല. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഞാൻ ജനറൽ കേസ് ആയിട്ടാണ് എടുക്കുന്നത്. എ കോമ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ഒരു ഇന്റീജർ ആണ്. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 is an integer. ഓക്കെ, കുഴപ്പമില്ല. സോ എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ all a belongs to z. That means r is reflexive. So r reflexive ആയി. അപ്പോൾ റിഫ്ലെക്സിവിറ്റി കേസ് സാറ്റിസ്ഫൈ ചെയ്തു. ശരി, ഓക്കെ. ഇനി സിമെട്രിക് ആണോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് സിമെട്രിക്കിന്റെ കേസാണ് നോക്കേണ്ടത്. അപ്പൊ എന്താ സിമെട്രിക്കിന്റെ കേസ്? എന്താ? ഒരു എ കോമ ബി അവിടെ ഉണ്ട് ആറിൽ ഉണ്ടായാൽ എന്താണ്? ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ then ബി കോമ എ അവിടെ ഉണ്ടാവണം, ആറിൽ ഉണ്ടാവണം. സിമെട്രിക് ആവണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു എ കോമ ബി ആറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്താ ഇവിടെ നമ്മുടെ? ആർ ഇസ് എക്സ് കോമ ഓർഡർ പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇന്റീജർ എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു എ കോമ ബി എന്നുള്ള കേസ് ഒരെണ്ണം, ഒരു എ കോമ ബി ഇതിനുള്ളിൽ ഉണ്ടാവുക. നമ്മൾ എന്താ കേസ് അവിടെ എ മൈനസ് ബി ഇസ് എൻ ഇന്റിജർ എന്നുള്ള കേസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ എ കോമ ബി ഓൾറെഡി ഞാൻ ആറിൽ നിന്ന് ആണ് എടുക്കുന്നത്. ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്നാണ് പറയുന്നത്. സോ എ കോമ ബി അവിടെ നിന്ന് ആറിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് മീൻസ് എ കോമ ബി സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, ബി കോമ എയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എ കോമ ബി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇംപ്ലൈസ് എ മൈനസ് ബി ഇസ് ആൻ ഇന്റിജർ. ഇത് പറയാൻ പറ്റില്ല അല്ലെ, കാരണം എന്താ, ഞാൻ എ കോമ ബി എവിടെ എടുക്കുന്നത്, ഇതിനുള്ളിൽ തന്നെയാണ് എടുക്കുന്നത്. എ കോമ ബി എന്ന് പറയുന്ന എലമെന്റ്, ബി കോമ എ എന്ന് പറയുന്ന എലമെന്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, 5 മൈനസ് 4 എന്താണ് 1 അല്ലെ, 4 മൈനസ് 5 എന്ന് പറഞ്ഞാലോ ദിസ് ഇസ് മൈനസ് 1 അല്ലെ, which is equal to minus of 5 minus 4 എന്ന് എഴുതി കൂടെ. 5 minus 4 is 1. ഈ രണ്ട് നമ്പർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 4 minus 5 എങ്ങനെ എഴുതാം, minus 1 എന്ന് പറഞ്ഞാൽ എഴുതാം. അതായത് മൈനസ് ഓഫ് ഈ 1 എങ്ങനെ എഴുതാൻ എനിക്ക് 5 minus 4. അപ്പൊ അതുപോലെ ഞാൻ എടുക്കുന്ന സമയത്ത് a minus b equal to or a minus b belongs to z. a minus b is an integer അല്ലേ. അപ്പൊ നെഗറ്റീവ് ഓഫ് a minus b എന്താ, ഒരു നമ്പറിന്റെ 1 ഒരു ഇന്റിജർ ആണ്, അതിനൊരു നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, ഒരു ഇന്റിജർ അല്ലേ. അങ്ങനെയും പറയാം നമുക്ക്. കുറച്ചുകൂടി നല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതാണെന്ന് തോന്നുന്നു. 1 ഒരു ഇന്റിജർ ആണ്, ഒരു നെഗറ്റീവ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, ഇന്റിജർ ആണ്. നാച്ചുറൽ നമ്പർ അല്ല ചോദിക്കുന്നത്, നമ്മുടെ ഇന്റിജറിനെയാണ് ചോദിക്കുന്നത്. 3 ഒരു ഇന്റിജർ ആണ്, അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതും ഇന്റിജർ ആണ് അല്ലെ. അപ്പൊ a മൈനസ് ബി ഒരു ഇന്റിജർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ, a മൈനസ് ബി ഇസ് എൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ഇസ് എൻ ഇന്റിജർ. സോ മൈനസ് ഓഫ് a മൈനസ് ബി ഇസ് ഓൾസോ ആൻ ഇന്റിജർ ആണല്ലോ. അത് പറഞ്ഞാൽ ഏതൊരു ഇന്റിജർ എടുത്താലും, ഏത് ഇന്റിജർ ആണ് എടുത്തോളൂ, -3 എടുത്തോളൂ ഫസ്റ്റ്, അതിനൊരു മൈനസ് കൊടുക്കുന്ന സമയത്ത് എന്താ വരിക, +3, അതൊരു ഇന്റിജർ അല്ലേ. അപ്പൊ ഏതൊരു ഇന്റിജർ എടുത്താലും അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എനിക്ക് എന്താ കിട്ടുക, ഒരു ഇന്റിജർ ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ദിസ് ഇംപ്ലൈസ് മൈനസ് a മൈനസ് മൈനസ് പ്ലസ് b ഇസ് ആൻ ഇന്റിജർ. എഴുതിക്കൂടെ. ദാറ്റ് മീൻസ് b മൈനസ് a ഇസ് ആൻ ഇന്റിജർ. ഞാൻ ഒന്നുകൂടി വൃത്തിയിൽ എഴുതാം. a minus b is an integer എന്ന് പറഞ്ഞു. This implies minus of a minus b is an integer. പറഞ്ഞൂടെ, പറയാം അല്ലെ. That means that implies minus a plus b is an integer അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാം, b minus a is an integer. b minus a is an integer എന്ന് പറഞ്ഞാൽ ഇവിടെ x minus y is an integer എന്ന് പറഞ്ഞാൽ x, y അവിടെ r ഉണ്ട് എന്നാണ് അർത്ഥം. x minus y എന്ന് പറയുന്നത് ഇന്റിജർ ആണെങ്കിൽ x, y എന്ന് പറയുന്നത് r ഉണ്ട്. ഇവിടെ b minus a is an integer എന്ന് പറഞ്ഞാൽ b, a അവിടെ ഉണ്ട്, r ഉണ്ട്. This implies b, a belongs to r. So നമ്മൾ എവിടുന്ന തുടങ്ങിയത്, a, b belongs to r ൽ തുടങ്ങി എവിടെ എത്തി, b, a belongs to r എന്നുള്ളത് പ്രൂവ് ചെയ്തു. That means this is symmetric. Symmetric in the case. Okay. Okay. അടുത്ത കേസ് ട്രാൻസിറ്റിവിറ്റിയുടെ കേസ്. അപ്പൊ ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ കേസ് വരുന്നത്, നമ്മൾ എഴുതിയിട്ടുണ്ട്. If a, b belongs to r and b, c belongs to r, then a, c belongs to r. അപ്പൊ if a, b belongs to r, this implies a, b ഇതിനുള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സിമെട്രിക് എടുത്ത പോലെ എനിക്ക് എന്താ പറയാം, a minus b is an integer.
Okay, and if b comma c belongs to R implies എങ്ങനെ പറയാം b minus c is an integer. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we have to prove that a minus c is an integer എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും that is a comma c belongs to R എന്നുള്ളത് പ്രൂവ് ചെയ്യണം to prove അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ 1 ഒരു ഇന്റിജർ ആണ് പ്ലസ് -5 ഒരു ഇന്റിജർ ആണ് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക -4 അത് ഇന്റിജർ അല്ലേ 3 ഒരു ഇന്റിജർ ആണ് പ്ലസ് 4 ഒരു ഇന്റിജർ അല്ലേ എത്ര കിട്ടുക നമുക്ക് 7 ഒരു ഇന്റിജർ അല്ലേ അപ്പോൾ രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ഒരു ഇന്റിജർ ആയിരിക്കും രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇന്റിജർ ആയിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ഇതൊരു ഇന്റിജർ ആണ് a minus b ഒരു ഇന്റിജർ ആണെന്ന് പറഞ്ഞു b minus c എന്താണ് ഒരു ഇന്റിജർ ആണെന്ന് പറഞ്ഞു സോ a minus b ഒരു ഇന്റിജർ ആണ് b minus c ഒരു ഇന്റിജർ ആണ് അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ അത് എന്തായിരിക്കും is an integer അപ്പോൾ നേരത്തെ നമ്മൾ ഏത് കേസ് എടുത്താലും അത് തന്നെയാണെന്ന് പറഞ്ഞു this implies a minus b plus b minus c എന്ന് പറഞ്ഞാൽ എന്താ a minus b plus b minus c എന്ന് പറയുന്ന സമയത്ത് minus b plus b cancel ചെയ്താൽ you will get a minus c so a minus c is an integer എന്ന് അവിടുന്ന് കിട്ടും നമുക്ക് a minus c ഒരു ഇന്റിജർ ആണെങ്കിൽ x minus y ഒരു ഇന്റിജർ ആണെങ്കിൽ x, y ആറിലുണ്ട് x minus y ഒരു ഇന്റിജർ ആണെങ്കിൽ x, y എവിടെ ആറിലുണ്ട് സോ a minus c ഒരു ഇന്റിജർ ആണെങ്കിൽ a, c എവിടെ ആറിലുണ്ട് സോ എവിടെ തുടങ്ങി നമ്മൾ if a, b belongs to R and b, c belongs to R then a, c belongs to R so it is transitive. Okay, ഇത് വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമ്മൾ റിവൈൻഡ് അടിച്ച് നോക്കുക ഓരോ കേസും നോക്കുക ജനറൽ കേസ് എന്ന രീതിയിലാണ് എടുക്കുന്നത് നേരത്തെ പോലെ നമുക്ക് R എന്ന് പറയുന്ന സെറ്റ് ഇപ്പോൾ എണ്ണി എടുക്കാൻ പറ്റുന്നതല്ല ഈ കേസിൽ ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു കേസുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം ഇനി വേറെ രണ്ട് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതേപോലത്തെ ടൈപ്പ് പ്രോബ്ലംസ് എക്സസൈസ് 1.1 പറ്റുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക് യു